ഞാൻ എൻ്റെ വാട്സപ്പിലെ സെർച്ച് ബാറിൽ 3 കണ്ണുകളുടെ ഐക്കൺ സെർച്ച് ചെയ്യുമ്പോൾ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. അത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം നിരവധി ചാറ്റുകൾ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് വാട്സപ്പിനകത്ത് നമ്മൾ ആരുടെയെങ്കിലും ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് ലോക്ക്ഡ് ചാറ്റ് എന്ന് വെണ്ടക്കാക്ഷരത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ചാറ്റ് ലോക്ക് ചെയ്തതായിരിക്കും മറ്റുള്ളവർ കാണണ്ട എന്നുള്ളതിൽ. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്കും കാണാം മുകളിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന്. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കാൻ നമുക്ക് എന്തോ വലിയ രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് ചാറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന്. എന്നാൽ നമുക്ക് വാട്സപ്പിൻ്റെ അകത്ത് ഇതുപോലെ മുകളിൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണിക്കാതെ ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ കാണിച്ചു തന്നതുപോലെ തന്നെ എന്തെങ്കിലും ഐക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോക്ക് ചെയ്ത ചാറ്റ് ഓപ്പൺ ചെയ്യുകയും അല്ലാത്ത സമയത്ത് ചാറ്റ് ലോക്ക് ചെയ്ത വിവരമേ വാട്സപ്പിൽ കാണാത്ത തരത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അറിയാത്തവർക്കായിട്ട് ആദ്യം എങ്ങനെയാണ് ചാറ്റ് ലോക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ഈ ലോക്ക്ഡ് ചാറ്റ് കാണിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു ചാറ്റ് പ്രസ് ചെയ്ത് പിടിച്ച് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ലോക്ക് ചെയ്യാനുള്ള കണ്ടിന്യൂ ബട്ടൺ വരും. കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക, എന്നിട്ട് ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ കൊടുത്തിട്ട് നമുക്കിത് ഓക്കെ കൊടുത്ത് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഇതുപോലെ ലോക്ക്ഡ് ചാറ്റ് എന്ന് എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര പേരെ വേണമെങ്കിലും ഇതുപോലെ ലോക്ക് ചാറ്റിലേക്ക് കൊണ്ടിടാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ലോക്ക്ഡ് ചാറ്റ് കാണിക്കും. അപ്പോൾ ഇത് കാണിക്കാതിരിക്കാൻ ആദ്യം നിങ്ങൾ ഈ ലോക്ക്ഡ് ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ കൊടുത്താലേ ഓപ്പൺ ആവുകയുള്ളൂ. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്ക് ചാറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ഓൺ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ക്രിയേറ്റ് സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ ലഭിക്കും. നിങ്ങൾക്ക് നമ്പർ ലോക്കോ അല്ലെങ്കിൽ പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇമോജികൾ ഉണ്ടല്ലോ, ഇമോജികൾ സെക്യൂരിറ്റി കോഡായിട്ട് കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കിട്ടാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി കോഡ് വേണം കൊടുക്കാൻ. അത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് അതേ പാസ്വേഡ് തന്നെ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇമോജി ആയതുകൊണ്ട് തന്നെ 2ാം തവണയും ആ 3 കണ്ണുകളുടെ ഐക്കൺ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഇതോടെ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ പാസ്വേഡ് സെറ്റായി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ചാറ്റ് ലോക്ക് എന്ന് എഴുതി കാണിക്കുന്നില്ല. ഇനി ഞാൻ സെർച്ച് ബാറിൽ ആ 3 കണ്ണുകളുടെ ഐക്കൺ, അതാണല്ലോ ഞാൻ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്, അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചാറ്റ് ലോക്കിൻ്റെ ഓപ്ഷൻ വരും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ എനിക്ക് ചാറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ കൊടുത്ത പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റീസെറ്റ് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശേഷം വരുന്ന ഓപ്ഷൻ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അൺലോക്ക് ആൻഡ് ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ല പാറ്റേൺ ലോക്കോ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് റീസെറ്റ് ആവുകയും അവരൊക്കെ ചാറ്റ് ലിസ്റ്റിൽ തിരിച്ചു വരികയും ചെയ്യും. ചില സമയത്ത് ചാറ്റ് ലഭിക്കില്ല കേട്ടോ, പുതിയതായിട്ട് ചാറ്റ് നടത്തേണ്ടി വരും. വീണ്ടും അവരുടെ ചാറ്റ് ലോക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് നൽകി നമുക്ക് ലോക്ക് ചാറ്റിനകത്തേക്ക് തന്നെ ഇവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ലോക്ക് ചാറ്റിനകത്ത് കൊണ്ടിട്ടവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ റീസെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആരെയൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം ലോക്ക് ചാറ്റിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവരെയൊക്കെ മാർക്ക് ചെയ്ത് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അവർ വീണ്ടും നമ്മുടെ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ വന്നോളും. പാസ്വേഡ് മറന്നുപോയാൽ മാത്രമേ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റീസെറ്റ് ചെയ്താൽ മാത്രമേ ഡാറ്റ നഷ്ടപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഡാറ്റയൊന്നും നഷ്ടപ്പെടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.